Thank you, Jesus. എൻ്റെ പേര് ഷാജി എന്നാണ്. ഞാൻ ഹൈദരാബാദ് സെറ്റിൽഡ്. ഇപ്പം ഞാൻ എറണാകുളത്ത് ഒരു ബിസിനസ് കമ്പനിയായിട്ട് ജോലി ചെയ്യുന്നു. 1995 എൻ്റെ പഠിത്തമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹൈദരാബാദിൽ ജോലിക്ക് വേണ്ടി പോയി. ഏറ്റവും ആദ്യം തന്നെ കർത്താവ് എനിക്ക് ഏറ്റവും നല്ല ഒരു ജോലി തന്നെ തന്നു. എയർപോർട്ടിൽ, വിമാനത്താവളത്തിലെ ഏറ്റവും നല്ലൊരു ജോലി. വിമാനത്തിൽ എപ്പോഴും കയറി ഇറങ്ങുവാനും വലിയ വലിയ ആൾക്കാരൊക്കെ ആയിട്ട് പരസ്പരം സംസാരിക്കാനും ബന്ധപ്പെടുവാനൊക്കെ ആയിട്ട് വളരെയധികം നല്ല അവസരങ്ങൾ കർത്താവ് എനിക്ക് ഒരുക്കിയിരുന്നു. എങ്കിൽ എൻ്റെ 23-ാമത്തെ വയസ്സിൽ ഏറ്റവും ഉയർന്ന ജോലിയും ഉയർന്ന ആൾക്കാരുമായിട്ടൊക്കെയുള്ള സംഭാഷണമൊക്കെ എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. ഏകദേശം ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഞാൻ ഹൈദരാബാദ് പട്ടണത്തിലെ മലയാളികളുടെ ഇടയിൽ ഏറ്റവും ഒരു നല്ലൊരു പേരെടുക്കുവാനായിട്ട് എന്നെക്കൊണ്ട് സാധിച്ചു. ഏറ്റവും ചെറുപ്പക്കാരൻ പയ്യന് എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും എന്നെക്കുറിച്ച് പറയാനായിട്ടൊരു അഭിമാനം, ഷാജിയുടെ കൂട്ടുകാരനാണെന്നൊക്കെ പറയാനായിട്ടൊരു അഭിമാനമൊക്കെ ഉള്ളൊരു സ്റ്റേറ്റസിലോട്ട് എന്നെ കർത്താവ് ഉയർത്തി. ഏതാനും നാളുകൾക്ക് ഏകദേശം 2000 ആയപ്പോഴത്തേക്കും എൻ്റെ വിവാഹം കഴിഞ്ഞു. 2001 ഞാൻ വളരെ നന്നായിട്ടൊക്കെ പോയിരുന്നു. ഹൈദരാബാദിലൊക്കെ ഉന്നത ലെവൽ ഏതെങ്കിലും ഒരു മലയാളികളുടെ ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിൽ ഒരു വ്യക്തി ഞാനായിട്ട് കർത്താവ് എന്നെ മാറ്റി. ഏകദേശം 2002-2003 കാലഘട്ടങ്ങളിലായപ്പോഴത്തേക്കും എൻ്റെ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. എനിക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിന് ശേഷം എനിക്ക് ഉറങ്ങുവാനായിട്ട് സാധിച്ചില്ല. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ഉറങ്ങുവാനായിട്ട് സാധിക്കുന്നില്ല. കിടന്നിട്ട് എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു ഭാരം പോലെ ഉള്ളതുപോലെ. എനിക്ക് ഉറങ്ങണം, പക്ഷെ ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്കൊരു ഗുളിക വേണ്ട, ഒരു ഇഞ്ചക്ഷൻ തന്ന് ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളാം. ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ ഭാര്യ അനുസരിക്കും. കാരണം എൻ്റെ ഭാര്യ പറഞ്ഞു, അതേപോലെ ഒരു 0.5 ml ഒരു ഇഞ്ചക്ഷൻ തന്നു. ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു, ജോലിക്ക് പോയി, പിന്നെയും തിരിച്ചു വരുന്നു. വന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ പിന്നെ എനിക്ക് ഉറങ്ങുവാനായിട്ട് സാധിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഭാരം. എനിക്ക് ആരോട് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. എൻ്റെ ബാങ്കിലെ ബാലൻസുകൾ കുറയുവാനായിട്ട് തുടങ്ങി. എനിക്ക് കടം പിന്നെയും കൂടിക്കൊണ്ടുവരുന്നു. ഇതുവരെ ബ്ലേഡിനൊന്നും പലിശ എടുക്കാത്ത ഞാൻ ബ്ലേഡിന് പലിശ എടുക്കുവാനായിട്ട് പോയി. ബ്ലാങ്ക് ചെക്കുകൾ ഒപ്പിട്ട് കൊടുക്കുവാനായിട്ട് തുടങ്ങി. എനിക്ക് എവിടെയെങ്കിലും ഉണ്ടായിരുന്ന സ്വർണ്ണമെല്ലാം പണയം വെച്ചു. കടം മേടിക്കാനുള്ളവരോടൊക്കെ മേടിച്ചു. ഇനിയും ആരോടും ചോദിക്കുവാനായിട്ടല്ലാത്തൊരവസ്ഥയായി. എൻ്റെ ഭാര്യ ഏകദേശം 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, ഇനിയും ഇഞ്ചക്ഷൻ എടുക്കുവാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ എടുത്ത് തരത്തുമില്ല. എൻ്റെ ഭാര്യ ഇതിൻ്റെ കുറവുകൾ എന്നോട് പറഞ്ഞു. ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച കുറയും, കണ്ണിന് കാഴ്ച മൊത്തമായിട്ട് പോവും, ഞരമ്പുകളൊന്നും കാണത്തില്ല, കണ്ണിന് കാഴ്ച പോവും, പറയുന്നത് എന്തൊക്കെയാണെന്നൊന്നും ഇതായിരുന്നു ഒരു പൊട്ടൻ്റെ ലെവലൊക്കെ ആയി പോകുമെന്ന് പറഞ്ഞു. ഏകദേശം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഭാര്യ എന്ത് പറഞ്ഞു അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ കണ്ണിൻ്റെ കാഴ്ചകൾ കുറയാനായിട്ട് തുടങ്ങി. ഞാൻ എന്താ പറയുന്നത് പോലും അനുസരിക്കുവാനോ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് പോലും എനിക്ക് പോലും ഒരു അവസ്ഥ, എനിക്ക് പോലും തിരിയാൻ മേലാത്തൊരവസ്ഥയായി മാറി. ഏതാനും നാളുകൾക്കകം എൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പഴുപ്പ് കൊണ്ട് നിറയുവാനായിട്ട് തുടങ്ങി. ഞാൻ ഈ ഇഞ്ചക്ഷൻ എടുക്കുവാനായിട്ട് തുടങ്ങിയത് രാത്രി മാത്രമായിരുന്നു. ആ 0.5 ml എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ഞാൻ എൻ്റെ ശരീരത്ത് 65 ml ഇഞ്ചക്ഷൻ വരെ എടുക്കുവാനായിട്ട് തുടങ്ങി. ഞാൻ അതിൻ്റെ ഇഞ്ചക്ഷൻ്റെ പേരുകൾ ഞാനത് വെളിപ്പെടുത്താത്തതാണ്. ഞാൻ അതിൻ്റെ മിക്സ്ചറുകളാണ് അടിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഉറക്കം വരുവാനായിട്ട് ഈ 65 ml ഞാൻ എടുക്കുമ്പോഴും എൻ്റെ ശരീരത്തിൻ്റെ ഞരമ്പുകൾ എന്നിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കിയാലായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ കയ്യിൽ ഒരു ഞരമ്പുകൾ നിങ്ങൾക്ക് തെളിഞ്ഞ് കാണുവാനായിട്ട് സാധിക്കത്തില്ല. ഏതാനും നാളുകൾക്കകം എന്നെ ഓപ്പറേഷന് വിധേയമാക്കി അവിടെ ചെന്നു. എനിക്ക് അനസ്തീഷ്യ തന്ന് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ബോധം തെളിഞ്ഞു. എൻ്റെ ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പൃഷ്ഠഭാഗത്ത് 2 സ്ഥലവും ഡോക്ടർമാർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഏറ്റവും എന്തുമാത്രം ഒച്ചയിൽ ഞാൻ നിലവിളിച്ച് കരയാനായിട്ട് നോക്കിയോ അത്ര ഒച്ചയിൽ ഞാൻ നിലവിളിച്ചു. ഈ രണ്ട് പൃഷ്ഠഭാഗവും അവർ 45 മിനിറ്റ് കൊണ്ട് ഞാൻ ജീവനോടെ, ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി എൻ്റെ ബ്ലേഡ് എടുത്തിട്ട് എൻ്റെ കൈ കീറിക്കഴിഞ്ഞാൽ എങ്ങനെ വേദനിക്കുമോ അതേമാതിരി എൻ്റെ ഈ 2 പൃഷ്ഠവും അവർ ഓപ്പറേഷൻ ചെയ്തെടുത്ത് മാറ്റി. ഹല്ലേലൂയ. എനിക്കും എന്നിട്ടും ഈ ഓപ്പറേഷൻ ചെയ്ത് ഞാൻ ഇത്ര അലറി കഴിഞ്ഞിട്ട് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അവർ റൂമിൽ കൊണ്ടിട്ട്, എൻ്റെ പ്രിയമുള്ളവരെ ഞാനൊരു കാര്യം പറയാം. അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ജീവിതത്തിൽ ഇനിയും എനിക്കൊരു രക്ഷയുമില്ല. ആ ഓപ്പറേഷൻ എന്നെ പച്ചയ്ക്ക് 45 മിനിറ്റ് ചെയ്തതിന് ശേഷം എന്നെ റൂമിൽ കൊണ്ട് കിടത്തി. ഞാൻ ആ റൂമിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് ആ ഹോസ്പിറ്റലിൽ തപ്പി ഞാൻ ഏത് ഇഞ്ചക്ഷനാണ് എടുത്തത് അതേ ഇഞ്ചക്ഷൻ ഞാൻ പിന്നെയും ഉപയോഗിക്കാനായിട്ട് തുടങ്ങി.
ഹല്ലേലൂയ. അന്ന് എൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീർ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇനിയും എനിക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ല, എനിക്ക് ഒരു രക്ഷയും ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ മോൾ അശ്വതി, ഞാൻ രണ്ടുപേരുടെയും തലയിൽ കഴിച്ചിട്ട് പറഞ്ഞു, ഇന്ന് മുതൽ ഞാൻ പരിപാടികൾ നിർത്താം, ഇന്ന് രാത്രി കൊണ്ട് എല്ലാ പരിപാടികളും നിർത്തും. ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി. എല്ലാ ദിവസവും ഇത് കൂടുന്നല്ല കുറയുന്നില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്ക് ഞാൻ പറയും, ഇന്ന് രാത്രി കൊണ്ട് എല്ലാ പരിപാടികളും നിർത്തും. അത് നീണ്ടു പോയിക്കൊണ്ടിരുന്നു. ഏതാനും നാളുകൾക്കകം എനിക്ക് പിന്നെ ഇഞ്ചക്ഷൻ എടുക്കുവാനായിട്ട് സ്ഥലങ്ങളില്ല. ഈ 2 പൃഷ്ഠഭാഗം എവിടെ ഓപ്പറേറ്റ് ചെയ്തോ ആ പൃഷ്ഠഭാഗത്ത് അകത്ത് തന്നെ ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുവാനായിട്ട് തുടങ്ങി. എനിക്ക് ശരിക്കും കണ്ണീര് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പൃഷ്ഠഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കണ്ടാലും അനേകം വ്യക്തികൾ അത് പേടിയാണ്. എൻ്റെ പൃഷ്ഠഭാഗങ്ങൾ ഇന്നും ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് കണ്ടാലും അത്രമാത്രം ഭയാനകരമായിട്ടാണ് ഇന്നും അതിരിക്കുന്നത്. അന്ന് ആ പച്ച മാംസത്തിൻ്റെ ഉള്ളിലേക്ക് ഞാനിത് കുത്തിവെക്കുമ്പം അവിടുന്ന് ചോര വാർന്നൊഴുകുന്നത് ഞാൻ കാണാനായിട്ട് സാധിച്ചിരുന്നു. എനിക്കറിയാമായിരുന്നു എനിക്ക് യാതൊരു രീതിയിലും ഒരു പ്രാവശ്യവും എനിക്ക് രക്ഷയില്ല. എൻ്റെ ഭാര്യ ആരോടും ഈ കാര്യങ്ങൾ പറഞ്ഞില്ല. ഞാൻ ഓർത്തി എന്തായാലും ഞാൻ മരിക്കുക എന്നുള്ള തീരുമാനത്തോടുകൂടി ഞാൻ നേരെ ബാത്റൂമിൽ കയറി ഞാൻ ഹൈ ഡോസേജ് ആയിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തു. ഏതാനും മിനിറ്റുകൾക്കകം എൻ്റെ ശരീരം കരിനീലിച്ച കളറായിട്ട് മാറി. ഹല്ലേലൂയ. ഞാൻ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഭാര്യ ബാത്റൂമിൻ്റെ ജനലിൽ കൂടെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഒരു കരിനീലിച്ച ശരീരം പോലെ ഇരിക്കുന്നത് കണ്ടു. ഉടനെ എൻ്റെ ഭാര്യ എന്നെയും എടുത്തുകൊണ്ട് എൻ്റെ പെങ്ങന്മാരൊക്കെ വന്ന് അവരൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, എന്നെ നോർമൽ ശരീരത്തേക്ക് വരുത്തി. ആ സമയത്ത് എൻ്റെ കണ്ണിന് കാഴ്ചകൾ കുറയാനായിട്ട് തുടങ്ങി. എൻ്റെ കൈ ഇങ്ങനെയായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്, എൻ്റെ കാലൊക്കെ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നത്. എനിക്ക് നടക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ കൈയുടെ ഞരമ്പുകൾ ഇല്ലാതെ പോയി. ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇന്നേ ദിവസം ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. എൻ്റെ ഡൈനിങ് ടേബിളിൽ മുഴുവൻ ഞാൻ ഉറക്ക ഗുളികൾ കൊണ്ട് നിറച്ചു. ഒരു സൈഡിൽ ഉറക്ക ഗുളികൾ, ഒരു സൈഡിൽ മദ്യം, ഒരു സൈഡിൽ സിഗരറ്റ് എല്ലാം വെച്ചിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ മുറിയിലോട്ട് ആരും കറക്കണ്ട, നിങ്ങളൊക്കെ അപ്പുറം പോയിക്കൊള്ളാൻ പറഞ്ഞു. ഇത് മേശപ്പുറത്തിരുന്ന് എല്ലാ ഇഞ്ചക്ഷൻസും ഞാൻ അടിച്ചു. ഞാൻ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. പ്രിയമുള്ളവർ, 2003 ഒക്ടോബർ മാസം 2-ാം വാരം ഞാൻ ആയിരിക്കുമ്പോൾ എൻ്റെ കണ്ണിന് കാഴ്ചയില്ലാതെ ഞാൻ ഒരു താടി മീശയൊക്കെ വളർത്തി ഇപ്പം നിൽക്കുന്ന രൂപമല്ല. ഞാൻ ആ ദിവസങ്ങളിലൊക്കെ ആ കുടിയെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പം ഞാൻ തുണി പോലും ഇല്ലാതെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ടിപ്പ് ടോപ്പായിട്ടാണെങ്കിൽ ആ 2003 മാസത്തിൽ 2003 വർഷത്തിൽ തുണി പോലും ഇല്ലാതെ ഹൈദരാബാദ് പട്ടണത്തിൽ ഞാൻ ദരിദ്രനായി ഒരു ഭ്രാന്തൻ എന്ന പോലെ ഒരു താടി മീശം വളർത്തി ഒരു വ്യക്തി എന്നെ കല്ല് വെച്ച് എറിയുവാൻ തക്കവണ്ണം ഒരു വടിയെടുത്ത് അടിക്കുന്ന രീതിയിൽ എൻ്റെ ഭാര്യ കാണിക്കെ ഞാൻ ഉടുതുണി പോലുമില്ലാതെ ആ ഹൈദരാബാദ് പട്ടണത്തിൽ നിന്ന് വ്യക്തിയായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഇത് അന്ത്യ ഉണർവിന്റെ കാലം, ഇത് ഒടുവിലത്തെ കൊയ്ത്തിന്റെ സമയം. ഇതുതന്നെ പരിശുദ്ധാത്മാവിലുള്ള സുവിശേഷീകരണത്തിന്റെ നാളുകൾ. സ്വർഗീയ വിരുന്നിന്റെ വിവിധ മിഷൻ പ്രവർത്തനങ്ങളിൽ സാമ്പത്തിക പങ്കാളികളാകാം. മിഷൻ മന്ത്സ് 2008 നവംബർ 1 മുതൽ 2009 ജാനുവരി 31 വരെ. നിങ്ങളുടെ സംഭാവനകൾ അയക്കേണ്ട വിലാസം: ഹെവൻലി ഫീസ്റ്റ്, കോട്ടയം 1. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 94406171. വരൂ, നമുക്ക് മുൻപോട്ട് കുതിക്കാം യേശുവിനോടൊപ്പം. മിഷൻ മന്ത്സ് 2008 നവംബർ 1 മുതൽ 2009 ജാനുവരി 31 വരെ. സ്വർഗീയ വിരുന്നിന്റെ വിവിധ മിഷൻ പ്രവർത്തനങ്ങളിൽ സാമ്പത്തിക പങ്കാളികളാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അന്നും എൻ്റെ മുണ്ടെ പിടിക്കുവാൻ പോലും എനിക്ക് ആവതില്ലാതെ ഞാൻ അവിടെ കുഴഞ്ഞു വീഴുതായിരുന്നു. എന്നെ കുഴഞ്ഞു വീണിട്ട് ആൾക്കാർക്ക് എന്നെ പിടിക്കുവാനായിട്ട് സാധിക്കത്തില്ല. എൻ്റെ 2 ബ്രിസ്റ്റും ഓപ്പറേറ്റ് ചെയ്തിരിക്കുക. കാലയിൽ വ്രണമാ, കയ്യിൽ പിടിക്കാൻ പറ്റത്തില്ല, കയ്യിലൊക്കെ വേദനയാണ്. ഞാൻ എവിടെയാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഭാര്യ അങ്ങനെ തന്നെ എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നു. എങ്ങും രക്ഷയില്ല. ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം പോയി, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു. പക്ഷെ ഒന്നിനും എൻ്റെ ഭാര്യ എനിക്കൊരു സെക്യൂരിറ്റി ഗാർഡിനെ വെച്ചു. ഇനി ഞാൻ എവിടെ പോയാലും ഈ സെക്യൂരിറ്റി ഗാർഡ് എൻ്റെ കൂടെ വേണം. കാരണം ഞാൻ എവിടെ പോയാലും, ഞാൻ എവിടെ ചലിച്ചാലും എൻ്റെ നെല്ലടിക്കുന്നത് പോലെ തന്നെ ആ സെക്യൂരിറ്റി ഗാർഡ് എൻ്റെ കൂടെ വന്നു. ഈ സെക്യൂരിറ്റി ഗാർഡിനെ മറിച്ച് ഞാൻ ആ ഇഞ്ചക്ഷൻ എടുക്കുവാനായിട്ട് തുടങ്ങി.
ഹല്ലേലൂയ. എൻ്റെ മുൻപിൽ എനിക്ക് വേറൊരു ജീവിതമില്ല. ഈ മയക്കുമരുന്ന് മാത്രമുള്ളവരുന്നു എൻ്റെ ആശ്രയം. ഞാൻ എൻ്റെ കാറിൽ, എൻ്റെ ബെഡ്റൂമിൽ, എൻ്റെ ബാത്റൂമിലെല്ലാം ഈ ഇൻജെക്ഷൻ സ്റ്റോക്ക് വെക്കുമായിരുന്നു. ഒരിക്കൽ ഞാൻ ഹൈദരാബാദിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ പെങ്ങൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഷാക്കുട്ട ഒരു മീറ്റിംഗ് ഉണ്ട്, നീ ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഞാൻ പറഞ്ഞു, പെന്തക്കോസുകാരുടെ അല്ല, അതൊന്നും വേണ്ട, അതൊക്കെ പൈസ തട്ടിപ്പിൻ്റെ പരിപാടിയാണ്. എൻ്റെ ഒറ്റ ലക്ഷ്യമുള്ളായിരുന്നു, ഇങ്ങനെ ചെയ്യുന്നവരെല്ലാം പൈസ അമക്കുവാനായിട്ട് വേണ്ടിയുള്ളവരാണ്. കാരണം പറയും, ഈ പരിപാടിക്കൊന്നും ഞാനില്ല, ഞാൻ ആ പരിപാടിക്കയില്ല, എന്നെ വിളിക്കുകയും വേണ്ട. ഏട്ടാ നീ ഒരു മീറ്റിങ്ങിനൊന്ന് വന്നിട്ട് പോ. ഞാൻ പിന്നെ പറയാൻ തുടങ്ങി, അതൊക്കെ ഒരു ഹിപ്നോട്ടിസവാ, അതൊന്നും യഥാർത്ഥത്തിലുള്ള സംഭവമല്ല. എന്തായാലും എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുവാനായിട്ട് തുടങ്ങി, ഏട്ടാ നീയും കൂടെ ആ മീറ്റിങ്ങിന് പോ. പക്ഷേ എൻ്റെ സ്റ്റാറ്റസ് സമ്മതിച്ചില്ല. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന്. ഹൈദരാബാദ് പട്ടണത്തിൽ റോഡ് സൈഡിൽ ഉടുതുണി പോലുമില്ല നിന്ന സമയത്താണ് എൻ്റെ സ്റ്റാറ്റസ് ഞാൻ നോക്കിയത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സിസ്റ്ററിൻ്റെ പറഞ്ഞു, ഞാൻ ശരി എന്തായാലും ഞാൻ മീറ്റിങ്ങിന് എത്തിയേക്കാന്ന് പറയുന്ന സമയത്ത് ആ മീറ്റിങ്ങിന് ഞാൻ കടന്നു ചെന്നു. ഞാൻ ആ വീടിൻ്റെ മൂലയ്ക്ക് കയറി ഒരു മൂലയൊക്കെ നോക്കി, മതിലുള്ള സ്ഥലമൊക്കെ നോക്കി നിന്നു. ആ സമയത്ത് ഇപ്പം എറണാകുളത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മോൻ ബ്രദറായിരുന്നു അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ അങ്ങോട്ട് കയറുന്നപ്പോഴത്തേക്ക് ഒരു നല്ല ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ട് ഒരു പയ്യൻ അവിടെ നിന്ന് കൈയടിച്ച്, എന്നെ യേശു ജീവിക്കുന്നല്ല ഞാൻ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഇവർക്കൊന്നും ഒരു പണിയില്ല, ബൈബിളും കഷത്തി വെച്ചിട്ട് ഇങ്ങനെ നടന്നാൽ മതിയല്ലോ, എന്തെങ്കിലുമൊക്കെ ചിക്കിളിയൊക്കെ കിട്ടുമെന്നായിരുന്നു. ബട്ട് ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ ആ ദിവസം ഇന്നും എൻ്റെ ജന്മദിനം പോലെ ഞാൻ അത് കൊണ്ടാടുന്നത്. ജാനുവരി മാസം 16 2004 ഒരു വെള്ളിയാഴ്ച ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കും പോലെ ഏകദേശം 8-8:15 ഇടയ്ക്ക് ഈ അമ്മോൻ ബ്രദർ എല്ലാവരും എഴുന്നേറ്റ് നിന്നു പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന മാത്രയിൽ ഞാനും കൂടെ എഴുന്നേറ്റ് നിന്നു. ഞങ്ങൾ രണ്ടും പരസ്പരം ഇതുവരെ കണ്ടിട്ടില്ല. എങ്കിൽ അമ്മോൻ ബ്രദർ എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം തന്നെ എൻ്റെ തലയിൽ കൈവച്ചു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ആ തലയിൽ കൈ വെച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതോടുകൂടി ഞാൻ താഴോട്ട് വീഴുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എൻ്റെ ഹൃദയത്തിൽ നിന്നല്ല, എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഭാഗങ്ങൾ എന്നെ പൊട്ടിപ്പോകുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഏതോ ഒരു വ്യക്തി എന്നിൽ നിന്ന് മാറിപ്പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ കാര്യം ഞാൻ ആരോട് പറയും എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഉള്ളിൽ ഞാൻ അത് അനുഭവപ്പെട്ടതാ. ഞാൻ പെട്ടെന്ന് എഴുന്നേക്കണമെന്ന് തോന്നി. പക്ഷേ ഏകദേശം ഒരു 15 മിനിറ്റ് ഞാൻ അവിടെ തന്നെ കിടന്നു. എനിക്കിവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാം, പക്ഷേ എൻ്റെ ശരീരത്തിൽ നിന്ന് ശരീരം ഒന്ന് ശരിക്കും എനർജി കിട്ടി, ഒന്ന് ശക്തി കിട്ടി, ഒന്ന് പുറത്തിറങ്ങാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എല്ലാവരും മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എന്താ വെള്ളം കുടിക്കണോ, ഭക്ഷണം കഴിക്കണോ, ഇരിക്കണോ, നിൽക്കണോന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഓടിച്ചെന്ന് ആ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ എനിക്ക് എന്തോ പോലെയൊക്കെ സംഭവിച്ചു. അമ്മൻ ബ്രദർ എൻ്റെ ഹിസ്റ്ററി ഒന്നും അറിയാത്ത കാരണം അമ്മൻ ബ്രദർ പറഞ്ഞു, അത് ബ്രദറിനെ കർത്താവ് തൊട്ടതാണ്, അത് കാരണം ഇനി പൊയ്ക്കോളൂ, കർത്താവ് സൗഖ്യമാക്കും. ഹല്ലേലൂയ. എനിക്ക് അന്ന് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ തന്നെ നേരെ ഏകദേശം 35 കിലോമീറ്ററാണ് എൻ്റെ വീട് ദൂരം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നു. പ്രിയമുള്ളവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഇത് ഇഞ്ചക്ഷൻ അടിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. രാവിലെ ചുണ്ടിൽ ഒരു സിഗരറ്റ് വെച്ചാലേ എനിക്ക് ബാത്റൂമിൽ പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇങ്ങനെയൊക്കെ നിന്ന് ആ ജാനുവരി മാസം 16 ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു. ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. ഞാൻ എന്ത് വിടുവാനായിട്ട് ആഗ്രഹിച്ചോ, ഞാൻ എന്ത് നിർത്തുവാനായിട്ട് ആഗ്രഹിച്ചോ, അത് എന്നെ കൊണ്ട് സാധിച്ചിരുന്നില്ല. പിന്നെയോ ഇന്നലെ രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞാൻ നിറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ആ നിറവിൽ കൂടെ എനിക്ക് എന്ത് വേണ്ടെന്നുണ്ടോ അത് എല്ലാം എന്നിൽ നിന്ന് അത് വിട്ടുമാറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എന്ത് ആഗ്രഹിച്ചുവോ, എന്തൊക്കെ നിർത്താനായിട്ട് ആഗ്രഹിച്ചോ അത് എല്ലാം എന്നിൽ നിന്ന് വിട്ടുമാറി. ഏകദേശം 3 ദിവസങ്ങൾക്കൊക്കെ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ഇപ്പം ഇഞ്ചക്ഷൻ എടുക്കാറുണ്ടോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ആ കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല, അതൊന്നും എനിക്ക് വേണ്ട. ഹല്ലേലൂയ. ഞാൻ ഇത്ര നാളായിട്ട് എൻ്റെ കുഞ്ഞിനോട് എൻ്റെ ഭാര്യയുടെ തലയിൽ കൈവച്ച് എന്തൊക്കെ സത്യങ്ങൾ ചെയ്യാവോ അതെല്ലാം ചെയ്തിട്ട് എനിക്ക് ഒരു സൗഖ്യം വന്നിട്ടില്ല. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി. 2007 വർഷങ്ങൾക്ക് മുൻപ് അന്നിങ്ങനെ പറയുമായിരുന്നു, 2007 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി കുരിശിൽ ആ അടിപ്പിണർ ഏറ്റത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയിട്ടാ, എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. ഇന്ന് ഏതെങ്കിലും രീതിയിൽ പ്രിയമുള്ള ജനമേ, ഞാനൊരു കാര്യം പറയാം. ഇന്ന് ഡ്രഗ്സ് മൂലം ഏതെങ്കിലും വ്യക്തികൾ ഇന്ന് ഇത് വിടുവാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. യെസ്, നിങ്ങളെ കൊണ്ട് അത് സാധിക്കത്തില്ല. എൻ്റെ യേശുവിനെ കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ യേശു എന്നുള്ള നാമത്തിന് മാത്രമേ വിടുതലുള്ളൂ. ഹല്ലേലൂയ. ഇന്നും ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് മാത്രമത്രേ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ അമ്മ ബ്രദർ അവിടെ പറഞ്ഞു, സഹോദര ജീവിതം ഇന്നു മുതൽ യേശുവിന്റെ കരങ്ങളിലാണ്. ബ്രദർ വിചാരിക്കുന്ന പോലെയല്ല, ബ്രദറിനെ കർത്താവ് ഉയർത്തുവാനായിട്ട് പോകുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അന്നൊരു ജോലി പോലും ഇല്ലാതെ
നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ ഉണ്ടായിരുന്നു. ഏകദേശം 8 മാസങ്ങൾക്ക് മുൻപ് കിട്ടിയതാ. ആ അപ്പോയിൻമെൻറ്റ് ഓർഡറുള്ള കമ്പനിയിലേക്ക് ഞാൻ വിളിച്ചു. എൻ്റെ ആഗ്രഹം എനിക്ക് കൊച്ചിയിൽ വന്നൊന്ന് ജോലി ചെയ്യണം, എൻ്റെ ഈ പ്രെയർ മീറ്റിങ്ങിലൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെയായിരുന്നു. പക്ഷേ ഞാൻ ആ കമ്പനിയിലേക്ക് വിളിച്ചപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞു, സോറി ഷാജി, ഞങ്ങൾക്ക് ഹൈദരാബാദിൽ യാതൊരു വേക്കൻസിയും ഇല്ല, ഞങ്ങൾ റിയലി സോറി, അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. അവർ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഷാജി ഞങ്ങൾക്ക് ആകെ ഒരു വേക്കൻസി ഉണ്ട്, ആ വേക്കൻസി ഞങ്ങൾക്ക് കേരളത്തിലാണ്, കേരളത്തിൽ എറണാകുളത്താണ്. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തെ ആഗ്രഹങ്ങൾ മാനിക്കുന്നതാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. നീ എന്ത് ചിന്തിക്കുന്നുവോ, നീ എന്ത് ആഗ്രഹിക്കുന്നുവോ, അത് എൻ്റെ കർത്താവ് തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അന്ന് മുതൽ പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ലോക രാജ്യങ്ങളിൽ കർത്താവ് എന്നെ കൊണ്ടുപോകുക. ഹല്ലേലൂയ. ഏകദേശം ഈ 2.5-3 വർഷങ്ങൾ കൊണ്ട് എന്നെ 25 പ്രാവശ്യം കർത്താവ് ലോക രാജ്യങ്ങൾ കറക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. വെറുതെ കറങ്ങുകയല്ല. ആൾക്കാർ, എൻ്റെ പപ്പ മമ്മിയൊക്കെ എന്നെ ജോലിക്ക് വേണ്ടി കുറെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞ്, നിന്നെ ഞാൻ അങ്ങനെ ജോലിക്ക് വിടുന്നില്ല, നിന്നെ ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടാണ് അയക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതം ഏതൊക്കെ ഭാഗങ്ങളിലാണോ തകർന്നത്, എൻ്റെ ശരീരമായിട്ട് എവിടെ തകർന്നുവോ, കർത്താവ് എന്നെ പൂർണ്ണ ആരോഗ്യവനായിട്ട് നിർത്തിയിട്ടുണ്ട്. എൻ്റെ സാമ്പത്തികം എവിടെ തകർന്നുവോ, ഇന്ന് അവിടെയും കർത്താവ് ഉയർച്ച തന്നിട്ടുണ്ട്. എൻ്റെ കുടുംബജീവിതം എവിടെ തകർന്നുവോ, അവിടെ എൻ്റെ കർത്താവ് കുടുംബജീവിതം ഉയർത്തി തന്നിട്ടുണ്ട്. എൻ്റെ ഏത് മേഖലകളിൽ നിന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയാലും കർത്താവ് ഉയർത്തിയതുപോലെ ഇതുവരെ ആരും എന്നെ ഉയർത്തിയിട്ടില്ല. ഹല്ലേലൂയ. ഏതൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും അതിന്റെ മേൽ എനിക്ക് യേശുവിന്റെ നാമത്തിൽ ജയമുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് ഏതെങ്കിലും വിഷയത്താൽ ആരെങ്കിലും ഭാരപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ ജനമേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഏതെങ്കിലും യുവാക്കൾ, ഏതെങ്കിലും യുവതികൾ ഡ്രഗ്സിന് അടിമപ്പെട്ടിരിക്കുന്നുണ്ടോ, ഞാൻ ഒരു കാര്യം ഇന്ന് തെളിച്ചു പറയാം. ഇന്ന് നിങ്ങളെ വിടുവിക്കുവാൻ എന്റെ യേശുവല്ലാതെ, എന്റെ യേശുവല്ലാതെ വേറെ ആരും ഇന്ന് ഈ ലോകത്തെ ഇല്ല, ഇനി വരുവാനും ഇല്ല. ഹല്ലേലൂയ. എന്റെ യേശുവിനെ മാത്രമേ ഇന്ന് നിങ്ങളെ വിടുവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കൽ നിങ്ങൾ യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് പറയുന്ന ആ മാത്രയിൽ തന്നെ നിങ്ങളെ അവൻ സൗഖ്യമാക്കും. എത്ര അത്ഭുതമായിരിക്കും.